കൊടുത്തു, സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാവിലത്തെ സെക്ഷൻ വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ പൂർണ്ണ സമർപ്പണത്തോടും ആയിരുന്നു നിങ്ങൾ ദൈവകരങ്ങളിൽ ഇരുന്നത്. അനേക വിഷയങ്ങളോട് പ്രാർത്ഥിക്കാൻ അവിടെ ദൈവം സഹായിച്ചു. പരിശുദ്ധാത്മാവിൽ വലിയൊരു പ്രവർത്തനം തന്നെയായിരുന്നു രാവിലെ വെളിപ്പെട്ടത്. ഞങ്ങളോട് കടന്നു വന്ന ദൈവദാസൻ വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളുടെ ശുശ്രൂഷകളെ ദൈവദാസൻ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഞങ്ങൾ പലപ്പോഴും ഭാരപ്പെട്ട് നിന്ന വ്യക്തികളായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ എന്താണ് എന്നൊക്കെ ചിന്തിച്ചു. കർത്താവ് ഞങ്ങളെ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഞങ്ങൾ ഇറങ്ങി വചനം പഠിക്കാൻ ചെന്നു. വചനം പഠിക്കാൻ തുടങ്ങി ചില സമയങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ ചിന്തിച്ച ചില കാര്യങ്ങളുണ്ട്. തുടർന്ന് എങ്ങനെ ശുശ്രൂഷ ചെയ്യും, അല്ലെ തുടർന്ന് മുന്നോട്ട് എങ്ങനെ പോകും, സാമ്പത്തികം എങ്ങനെയാകും, കുടുംബത്തിന്റെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ടവരാണ് ഇതിന്റെ നടുവിലിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും. പക്ഷേ ഇന്ന് പ്രിയ ദൈവദാസൻ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. ഞങ്ങളുടെ ശുശ്രൂഷ പ്രിയ ദൈവദാസൻ ഞങ്ങളോട് പറയാനിടയിൽ, അത് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. ഞങ്ങൾ അതൊക്കെ ഏറ്റെടുത്ത് അന്യഭാഷകളിൽ ഞങ്ങൾ ഇവിടെ 4 നിറവിൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവം അവിടെ ഇടയാക്കി. ദൈവദാസൻ ഞാൻ ഇന്ന് വൈകിട്ട് പോകാനിരുന്നതാണ്. പ്രിയ ആലം ഭാഷ എപ്പോഴും പോകുന്നതിനോട് എനിക്ക് തോന്നി ഇന്നത്തെ വൈകിട്ടത്തെ സെക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് രാവിലെ പോകാൻ തീരുമാനിച്ചു. പ്രിയ അതുകൊണ്ടായിരിക്കും പ്രിയ ദൈവദാസന്മാരെ കാണാൻ വേണ്ടിയത്. നിങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് മുമ്പായിട്ട് ഇറങ്ങിയവരാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക സാക്ഷികളൊക്കെ കണ്ടവരാണ് നിങ്ങൾ. അപ്പം ഞങ്ങളും ഇന്ന് വചനം പഠിക്കുന്നു, അതുപോലെ തന്നെ കർത്താവിന്റെ പേരിലായിരിക്കുന്നു. അനേക ഇടങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനൊക്കെ ഈ കർത്താവ് അവസരങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാളിൽ നിങ്ങളൊക്കെ ഞാൻ തുടക്കത്തിലെ പ്രാർത്ഥനകളെ ചോദിക്കുകയാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചിട്ട് വേഗത്തിൽ തന്നെ ദൈവകരങ്ങളെ ഇരിക്കാൻ ആശ്രയിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്ര എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മളൊക്കെ ഇത് വായിക്കുകയോ അതുപോലെ തന്നെ ഇത് വായിച്ചിട്ട് നമ്മൾ പലയിടങ്ങളിലും പ്രസംഗിച്ച ഒരു വിഷയമാണ്. നമുക്കിവിടുത്തെ സന്ദർഭമൊക്കെ അറിയാം. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാനാണ് ഇതിന്റെ എഴുത്തുകാരൻ. ഞാൻ യോഹന്നാനെ പറ്റി നമ്മളെല്ലാം പഠിക്കുമ്പോൾ സെബദിയുടെയും ശലോമയുടെയും മകനായി യോഹന്നാൻ ജനിച്ചു. യാക്കോബ് സഹോദരനാണ്. നമ്മൾ യോഹന്നാനെ പറ്റി പഠിക്കുമ്പോൾ യോഹന്നാൻ യേശു ക്രിസ്തുവായിട്ട് ഇവര് കസിൻസ് ആണ്. അപ്പം സെബദിയുടെ യേശു ക്രിസ്തുവിന്റെ മാതാവിന്റെ സഹോദരിയാണ് ശലോമ. അപ്പം ഇവര് ചെറുപ്പം തൊട്ടേ യേശു ക്രിസ്തുവിനെ ഈ യോഹന്നാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഒരു വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ദൈവമാണെന്ന് അറിഞ്ഞിട്ടും ഈ ബന്ധം അങ്ങോട്ട് വർദ്ധിച്ചു. ഞാൻ ചിന്തിച്ചൊരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സർവശക്തന്റെ പുനരുദ്ധാനത്തിനു മുമ്പും പുനരുദ്ധാനത്തിനു ശേഷവും ഈ യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്ന്. അപ്പം യോഹന്നാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബന്ധം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. നമ്മള് ദൈവമായിട്ട് എപ്പോഴും ഒരു ബന്ധമില്ല, അല്ലേ? ദൈവമായിട്ട് ഈ ബന്ധം ഞാൻ നോക്കിയിട്ട് യോഹന്നാനും യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധം ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബന്ധം ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ നാളുകൾ നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുക. ദൈവം ചെയ്യുന്നില്ല, പലപ്പോഴും നമ്മൾ ഭാരപ്പെടും, നമ്മുടെ വിശ്വാസം നമ്മുടെ വിഷയത്തിൽ നമുക്ക് ഈ ബെഥാനിയ എന്ന ആ മുഖത്തേക്ക്, ബെഥാനിയ എന്ന് പറയുമ്പോൾ ദുഃഖത്തിന്റെ ഭവനം, അതുപോലെ പാവപ്പെട്ട ഭവനം എന്നൊക്കെ ഈ പേര് പറയുന്നത് ദുഃഖത്തിന്റെ ഭവനം. അപ്പൊ ബെഥാനിയയിലെ ലാസർ, മറിയ, മാർത്ത നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഒരു ഭവനമാണ് ബെഥാനിയയിലെ ലാസറിന്റെ, മറിയയുടെ, മാർത്തയുടെ ഭവനം. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും അവരോടൊപ്പം ആരും അവിടെ പോയി വർഷിക്കും, പ്രാർത്ഥിക്കും ഒക്കെ അവരുമായിട്ട്. അതുപോലെ തന്നെ അവിടെ യേശു ടീച്ചിങ് കൂടെ നടത്തി. അപ്പം മറിയ യേശുവിന്റെ താല്പര്യം വചനമൊക്കെ പഠിച്ചു, വാർത്താ ശുശ്രൂഷകളൊക്കെ ചെയ്തു, ലാസർ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അപ്പം യേശു നമ്മൾ വായിക്കുമ്പോൾ യേശു മറിയയെ സ്നേഹിച്ചു, ലാസറിനെ സ്നേഹിച്ചു, മാർത്തയെ സ്നേഹിച്ചു. അപ്പൊ ഈ ഭവനത്തിലെ ഒരു വ്യക്തിയല്ല സ്നേഹിച്ചത്,
യേശു